1923 ഒക്ടോബർ 20 വി.എസ്. അച്യുതാനന്ദന്റെ ജനനം. അച്ഛൻ നോർത്ത് പുന്നപ്ര വെന്തലത്തറ വീട്ടിൽ ശങ്കരൻ, അമ്മ അക്കമ്മ. പറവൂർ കളർകോട് പുന്നപ്ര സ്കൂളുകളിൽ 7ാം ക്ലാസ് വരെയായിരുന്നു പഠനം. 4ാം വയസ്സിൽ അമ്മയും 11ാം വയസ്സിൽ അച്ഛനും മരിച്ചു. 12ാം വയസ്സിൽ ജ്യേഷ്ഠൻ ഗംഗാധരന്റെ ഒപ്പം തയ്യൽക്കടയിൽ സഹായിയായി. ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി. 1939 സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി. 1940 17ാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചു. 1946 ഒക്ടോബർ 28 പുന്നപ്ര വയലാർ സമരത്തിന്റെ ഭാഗമായി പോലീസിന്റെ പിടിയിലായി. പൂഞ്ഞാർ ലോക്കപ്പിൽ വെച്ച് കൊടിയ മർദ്ദനമേറ്റു. 3 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു. 1952 പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി. 56 അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി. 57 അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. 58 പാർട്ടിയുടെ കേന്ദ്രസമിതി അംഗം. 63 ചൈനീസ് ചാരൻ എന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1 വർഷം നീണ്ട ജയിൽവാസം. 1964 പാർട്ടി നേതൃത്വത്തോട് കലഹിച്ച് ദേശീയ കൗൺസിലിൽ നിന്നും ഇറങ്ങിവന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ച 32 അംഗങ്ങളിൽ പ്രധാനിയായി. 1965 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ നിന്ന് ആദ്യം സ്ഥാനാർത്ഥിയായി. കോൺഗ്രസിലെ കെ കൃഷ്ണക്കുറുപ്പിനോട് തോറ്റു. 67 തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എ അച്യുതനെ പരാജയപ്പെടുത്തി ആദ്യമായി നിയമസഭയിലെത്തി. 1970 അമ്പലപ്പുഴയിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. RSPയുടെ കുമാരപിള്ളയെയാണ് തോൽപ്പിച്ചത്. 1975 അടിയന്തരാവസ്ഥയെ തുടർന്ന് 20 മാസത്തെ ജയിൽവാസം. 1977 അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ RSPയുടെ കുമാരപിള്ളയോട് പരാജയപ്പെട്ടു. 1980 മുതൽ 1992 വരെ തുടർച്ചയായി CPM സംസ്ഥാന സെക്രട്ടറി. 1985 CPM പോളിറ്റ് ബ്യൂറോ അംഗം. 1991 മാരാരിക്കുളത്ത് മത്സരിച്ചു. കോൺഗ്രസിലെ ഡി സുഗതനെ 9980 വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടായിരുന്നു VSന്റെ പാർലമെന്ററി രംഗത്തുള്ള തിരിച്ചുവരവ്. 1996 തെരഞ്ഞെടുപ്പിൽ മാരാരിക്കുളത്ത് പരാജയപ്പെട്ടു. 2001 മലമ്പുഴ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച VS പ്രതിപക്ഷ നേതാവായി. 2006 മലമ്പുഴയിൽ നിന്ന് 20,017 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ V.S. അച്യുതാനന്ദൻ കേരളത്തിന്റെ 20ാമത്തെ മുഖ്യമന്ത്രിയായി. 2011 16 VSന്റെ മണ്ഡലം മലമ്പുഴ തന്നെയായിരുന്നു. ഇരുവട്ടവും മണ്ഡലത്തിലെ വോട്ടർമാർ അദ്ദേഹത്തെ പിന്തുണച്ചു. 2011-16 പ്രതിപക്ഷ നേതാവായി. 2016 ഓഗസ്റ്റ് 9 മുതൽ 2021 ജനുവരി 31 വരെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായിരുന്നു. ദേശാഭിമാനിയുടെ പത്രാധിപരായി 7 വർഷം പ്രവർത്തിച്ചു. മാർക്സിസ്റ്റ് സൈദ്ധാന്തിക പ്രസിദ്ധീകരണമായിരുന്ന ചിന്തയുടെ പത്രാധിപരായിരുന്നു ദീർഘകാലം. ഭാര്യ വസുമതി, മക്കൾ ഡോക്ടർ VV ആശ, VA അരുൺ. VSന്റെ വിടവാങ്ങലോടുകൂടി നഷ്ടമാകുന്നത് കമ്മ്യൂണിസ്റ്റ് കേരളത്തിന്റെ മഹാപ്രതിഭകളിൽ ഒന്നിനെയാണ്. ഈ നക്ഷത്രം അമരത്വത്തോടെ ആകാശത്ത് ജ്വലിച്ചു നിൽക്കും എന്നത് വാസ്തവം. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.